أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. എന്താ പറഞ്ഞിരുന്നത്? വൽ അസ്ലു വൽ കസ്റു എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം അല്ലേ. ഇൽത്തിഖാഉ സാക്കിനൈനിൽ നിന്ന് തഖല്ലുസ് ചെയ്യുന്നിടത്ത് അസ്ല് കസറാണ്. പിന്നെ ആരിലിൻ എന്തെങ്കിലും ആരിലായ കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്നും മുഖാലഫത്ത് ചെയ്യപ്പെടും. അതിൽ തന്നെ വാജിബായതുണ്ട്, അതുപോലെ മുഖ്താർ ആവണതുണ്ട്, ജായിസ് ആവണതുണ്ട്. വുജൂബിൽ ലമ്മി ഫി മീമിൽ ജംഇ, ജംഇന്റെ മീമിൽ ലമ്മ് നിർബന്ധമാവുന്നത്. അതുപോലെ മുദ് എന്നതിൻ്റെ ദാലില് ലമ്മ് നിർബന്ധമാകുക. അവിടെ വേറെ വജുഹൊന്നും ജായിസ് അല്ല. അത് പറഞ്ഞു. വുജൂബിന്റെ സ്ഥലം പറഞ്ഞു. ഇനി ഇഖ്തിയാറിൻ്റെതാണ്. അതാ പറയണത് വകഖ്തിയാരിൽ ഫത്ഹി ഫീ അലിഫ് ലാം മീം അല്ലാഹു. അലിഫ് ലാം മീം അല്ലാഹു എന്നതിൽ ഫത്ഹ് മുഖ്താറാകും പോലെ. ഇത് നേരത്തെ വന്നതാണ്. ശരി. അപ്പൊ അലിഫ് ലാം മീം അല്ലാഹു എന്നുള്ളിടത്ത് അവിടെ ഒരു ഇൽത്തിഖാഉ സാക്കിനൈനി ഉണ്ട്. അതിൽ നിന്ന് തഖല്ലുസ് ചെയ്തത് കസ്റ കൊണ്ടല്ല, അവിടെ ഫത്ഹ കൊണ്ടാണ്. അതിന് വജ്ഹ് എന്താന്ന് വെച്ചാൽ രണ്ട് ന്യായമാണ് അതിനുള്ളത്. അതാദ്യം പറയാം. അടിയിൽ എഴുതിയിരിക്കണ് ഇബ്നു ജമാഅ തങ്ങള് മിൻ ഇല്ലത്തൈനി എന്ന് വേണം. അഹദുഹുമാ മുഹാഫളത്തു തഫ്ഖീം ലാം ഇസ്മില്ലാഹി. ഇസ്മില്ലാ അള്ളാഹ് എന്ന ജലാലത്തിൽ ഇസ്മിന്റെ ലാമിനെ തഫ്ഖീമിനെ സൂക്ഷിക്കുക, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കസർ കൊടുത്താലേ നഷ്ടപ്പെടുമല്ലോ. അലിഫ് ലാം മീമില്ലാഹു ആകുമ്പോൾ തഫ്ഖീം നഷ്ടപ്പെടും. അപ്പൊ തഫ്ഖീമിനെ സംരക്ഷിക്കാൻ വേണ്ടി. മറ്റൊന്ന് രണ്ട് കസറിനിടയിൽ യാ സംഭവിക്കുക എന്നാകും. മീമിനെ അലിഫ് ലാം മീമി മില്ലാഹു എന്ന് വരുമ്പോ അപ്പൊ മീ അപ്പൊ രണ്ട് കസറിന്റെ ഇടയിൽ ഒരു യാ തന്നെ രണ്ട് കസർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ 4 കസർ എന്നുള്ള ഒരു ധ്വനി വരും, ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെ രണ്ട് വജ്ഹ് ഉണ്ടായത് കൊണ്ടാണ് ഫത്ഹ് മുഖ്താർ ആയത് കസറിനേക്കാൾ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇവിടെ വരുന്ന വേറൊരു കാര്യം, ഇവിടെ ഒരു ചർച്ച ഉണ്ട്. ആദ്യം ഇവിടെ ഇൽത്തിഖാഉ സാക്കിനി ഉണ്ടെന്ന് സ്ഥിരപ്പെടണ്ടേ, എന്നാലേ ഇപ്പൊ നമ്മളതിന് ഉദാഹരണമാവുള്ളൂ. ഇൽത്തിഖാഉ സാക്കിനി ആയിട്ടാണ്, അതിന്റെ കാരണത്താലാണ് തഖല്ലുസ്, അതിൽ നിന്നാണ് തഖല്ലുസ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഫത്ഹ് വന്നിട്ടുള്ളത് എന്ന് കിട്ടണമല്ലോ. അതങ്ങനെ പറയാന്ന് വെച്ചാൽ ഇവിടെ വേറൊരു വജ്ഹുണ്ട്. ഇവിടെ രണ്ട് വജ്ഹുണ്ട്. അലിഫ് ലാം മീം അല്ലാഹു എന്നുള്ളിടത്ത് അവിടെ മുഖ്താറായ ഒരു വജ്ഹുണ്ട്, അതിന് ഓപ്പോസിറ്റ് ഒരു വജ്ഹുണ്ട്. അഥവാ അലിഫ് ലാം മീം അല്ലാഹു മുഖ്താറായ വജ്ഹ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇൽത്തിഖാഉ സാക്കിനൈനി കൊണ്ടാണ് തഖല്ലുസ്, ഇവിടെ ഫത്ഹ് വന്നത് എന്നാണ്. ഇൽത്തിഖാഉ സാക്കിനൈനിൽ നിന്ന് തഖല്ലുസ് ചെയ്യുന്ന ത്വരീഖിലൂടെയാണ് ഇവിടെ ഫത്ഹ് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അലിഫ് ലാം മീം എന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു ഖാഫ് മീം ദാൽ അങ്ങനെ തർക്കീബില്ലാതെ മഅദൂദത്തായ കലിമാത്തുകൾ, തർക്കീബിൽ പ്രവേശിക്കാത്ത കലിമത്തുകളുടെ ഹുക്കം എന്തെന്നൊരു ചർച്ച ഉണ്ടല്ലോ. അൽ കലിമാത്തു ഖബല തർക്കീബി, അതിന്റെ ഹുക്കം എന്ത്? അവിടെ പല പണ്ഡിതന്മാരും പറയുന്നത് മുഅറബു അല്ല മബ്നിയല്ല എന്നാണ്. അത് മുഅറബു അല്ല മബ്നിയല്ല എന്നാണ്. എന്നാൽ മുസന്നിഫിന്റെ മദ്ഹബ് ഒക്കെ എന്താണ്? അത് മബ്നിയാണെന്നാണ്, സുക്കൂന്റെ മേൽ മബ്നിയാണ് എന്നാണ്. അപ്പൊ അലിഫ് ലാം മീം എന്നുള്ളത് എന്താകും? അതൊരു തർക്കീബിൽ പ്രവേശിച്ച ഒരു മുസ്തഖിലായിട്ട് തർക്കീബിൽ പെടാതിരിക്കുന്ന ഒരു കലിമത്താണ് അല്ലെ? അപ്പോ അത് സുക്കൂന മേൽ മബ്നി ആയിരിക്കും. മുസന്നിഫിന്റെ ഒക്കെ മുഖ്താർ പ്രകാരം സുക്കൂന മേൽ മബ്നിയാണ്, മുമ്പത് വന്നതുമാണ്. മനസ്സിലായല്ലോ? അങ്ങനെ വരുമ്പോ മാത്രമല്ല, ഇത് വസ്ലിന്റെ മക്കാമാണ്. ഇത് വഖഫിന്റെ മക്കാമല്ല, വസ്ലാണെന്ന് പറയുന്നത്. ഇത് കമാൽ ഷർഹുൽ കമാൽ, ഈ ഷാഫിക്ക് കമാൽ എന്നവരുടെ ഷർഹുണ്ട്, അതിൽ വിശദീകരിക്കാണ്. അവിടെ വിശദീകരിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം മീം അല്ലാഹു എന്നുള്ള മുമ്പ് പറഞ്ഞ ഖൗലിൽ വിശദീകരിച്ചു. ഇദാലം യൂഖഫ് അല അലിഫ് ലാം മീം, മുഖ്താർ അതാണ്. ഇദാലം യൂഖഫ് അല അലിഫ് ലാം മീം, അലിഫ് ലാം മീമിന്റെ മേൽ വഖഫ് ചെയ്യപ്പെടുമ്പോ വലം യുജാൽ ആയതൻ ബിറഅസിഹ, ബിറഅസിഹ ആയത്താക്കാതിരിക്കുമ്പോ ഫൈനഹു ഇൻദ അദമിൽ വഖഫി. അപ്പോ അലിഫ് ലാം മീം എന്നുള്ളതിന്റെ വഖഫിന്റെ മഹല്ലായിട്ടല്ല കാണുന്നത്, അത് ശേഷമുള്ളതുമായിട്ട് വസ്ല് ചെയ്തിട്ടാണ് പോണത്. വസ്ല് ചെയ്യുമ്പോ അള്ളാഹുവിനുള്ള വസ്ലിന്റെ ഹംസയാണല്ലോ, വസ്ലിന്റെ ഹംസ പോകും. അപ്പൊ അള്ളാഹു എന്നാകും. അപ്പൊ നമ്മളാണെങ്കിൽ പറഞ്ഞു ഈ അലിഫ് ലാം മീം എന്നത് സുക്കൂനിൽ മബ്നിയാകുമെന്ന്.
കാരണം തെർക്കീബിലില്ലല്ലോ. അപ്പോ അലിഫ്ലാമീമിന്റെ ഈ സുക്കൂനും അല്ലാഹു വസല്ലംസ പോവും. അപ്പൊ അല്ലാഹു എന്നുള്ളവിടുത്തെ ആ സുക്കൂനും അങ്ങനെ ഇൽത്തിഖാഉ സാക്കിനൈനി വന്നു. അതിൽ നിന്ന് കസറിലേക്ക് പോവേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു മുഹാഫളത്തു തഫ്ഹീം അള്ളാഹിന്റെ തഫ്ഹീം നിലനിർത്താനും അതുപോലെ നേരത്തെ പറഞ്ഞ രണ്ട് മീമിനുള്ളിൽ കസർ വരിക എന്നുള്ള പ്രശ്നത്തിന്റെ ഒക്കെ കാരണത്താൽ ഫതഹിലേക്ക് മാറി. ഇതാണ് ഇവിടുത്തെ ത്വരീഖ് റാജിഹായ ഖൗല്. എന്നാൽ ഇവിടെ വേറെ ഒരു അഭിപ്രായം ഉള്ളത് എന്താന്ന് വെച്ചാൽ അത് അവിടെ നുക്ര എന്നോട് അറിയില്ല. വഖീല ഇന്ന ഹാദിഹിൽ ഫതഹത ഫതഹതു ഹംസത്തി ഇസ്മില്ലാഹി. അല്ലാഹ് എന്ന ജലാലത്തുൽ ഇസ്മിന്റെ ഹംസന്റെ ഫതഹാണ്. നുഖിലത ഇലൽ മീമി ലിഅന്ന മാ ബുനിയ ലി ആദമി തർകിബി ഫീ ഹുക്മിൽ മൗഖൂഫി അലൈഹി മിൻ ഹൈസുൽ മഅനാ വഇൻ ഇത്തസല ബഅദുഹാ ബിബഅദിൻ മിൻ ഹൈസുൽ ലഫ്ളി وإذا كان الميم في حكم الموقوف عليه ثبتت همزة الوصل في اسم الله لأنها إنما سقطت في الدرج لا في الابتداء ولما كان بينهما اتصال من حيث اللفظ جاز نقل حركة الهمزة إليه. അഥവാ പറയണ എന്താന്ന് വെച്ചാൽ ഇത് വഖഫിന്റെ വസിലിന്റെ സ്ഥാനത്ത് നടന്ന വഖഫാണ്. അലിഫ്ലാമീം അല്ലാഹു എന്നുള്ളടത്ത് അത് അലിഫ്ലാമീം ഇങ്ങനത്തെ തെർക്കീബിന് മുമ്പുള്ള പദങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ അലിഫ്ലാമീം എന്നുള്ള തെർക്കീബിന് മുമ്പുള്ള പദമാണ്. തെർക്കീബിൽ പ്രവേശിച്ചിട്ടില്ല. അത് മൗഖൂഫ് അലൈന്റെ ഹുക്കുമിലാണ്, അതായത് വഖഫിന്റെ മഹല്ലാണ്. പക്ഷേ അത് വസലിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന വഖഫാണ് എന്ന് പറഞ്ഞാൽ മുത്തസിലായിട്ട് ഓതും. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, വഖഫ് ചെയ്യാതെ വസലായിട്ട് ഓതാം, വഖഫിനെ നിയമം വലിച്ചുകൊണ്ട് തന്നെ. അപ്പൊ വസലിന്റെ സ്ഥാനത്ത് നടക്കുന്ന വഖഫ് എന്ന് അതിന് പറയാം. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അലിഫ്ലാമീം എന്നുള്ളത് എന്നതിനൊക്കെയുള്ളത്. അപ്പൊ ഒറിജിനൽ അത് വഖഫിന്റെ മഹല്ലാണ്. എന്തുകൊണ്ട്? അദമു തർക്കീബിൽ പ്രവേശിക്കാത്തതുകൊണ്ട് വഖഫിന്റെ മഹല്ലാണ്. പക്ഷെ ഇവിടെ നമ്മൾ വസലിലൂടെയാണ് ഓതുന്നതൊക്കെ. അങ്ങനെ വരുമ്പോ അള്ളാഹു ഇവിടെ വഖഫിന്റെ മഹലാണല്ലോ അലിഫ്ലാമീം എന്നുള്ളത്. അപ്പൊ അള്ളാഹു എന്നുള്ളത് ഒരു ഇബ്തിദാഇന്റെ മഹലേക്കാരം. ഇവിടെ വഖഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തുടങ്ങലാവുമല്ലോ. അപ്പൊ അള്ളാഹു എന്നുള്ളതിന്റെ ഹംസ എന്താവൂല, പോവില്ല. കാരണം ദർജിലല്ലേ പോകുള്ളൂ, ഇടയിലല്ലേ പോകുള്ളൂ, വസലിന്റെ അവസരത്തിൽ അല്ലേ പോകുള്ളൂ, ഇബ്തിദാ കൊണ്ട് പോകില്ലല്ലോ. അപ്പോ അലിഫ്ലാമീം എന്നത് വഖഫിന്റെ മഹലാണ്. അവിടെ വസല് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിലും അത് മഹല്ല് വഖഫിന്റെ ആയതുകൊണ്ട് അള്ളാഹു എന്നതിലെ ഹംസ എന്താണ്, അവിടെ ദർജിലാവൂല. ഇവിടെ വഖഫ് കഴിഞ്ഞു തുടങ്ങുക എന്നുള്ള അവസ്ഥയിലേക്കാരം. അങ്ങനെ വരുമ്പോ ഹംസ പോവില്ല. അപ്പോ ഹംസ ഉണ്ടാകുമ്പോ മുമ്പ് സാക്കിനാവുമ്പോ ഹംസന്റെ അർക്കത്തിന് മുമ്പ് നഖൽ ചെയ്യണമെന്നാണല്ലോ ഇമ്മയിലൊക്കെ പറഞ്ഞ പോലെ. ഹംസ മുത്താരിക്കും മാക്കബൽ സ്വഹിയായ സാക്കിനുമായപ്പോൾ ഹംസന്റെ അർക്കത്തിന് മുമ്പ് നഖൽ ചെയ്തല്ലോ. അങ്ങനെ നഖൽ ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ. അത് പ്രകാരം അലിഫ്ലാം മീം അള്ളാഹു എന്നുള്ളടത്ത് ആ ഹംസന്റെ ഹർക്കത്ത് കൊണ്ട് കൊടുക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് അങ്ങനെ ഹംസ കളയപ്പെടും. അപ്പോ ഈ ഹംസ എങ്ങനെ കിട്ടിയത്, ഈ ഫത എങ്ങനെ കിട്ടിയത്? അത് തഖല്ലുസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, അത് ഹംസന്റെ ഹർക്കത്ത് കൊണ്ട് നീങ്ങിയതാണ്. ഇങ്ങനെ രണ്ട് വജഹുണ്ട്. ഈ രണ്ട് വജഹിൽ മുഖ്താറായ വജഹ് ആദ്യം പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? അത് അപ്പോളെ ഈ രണ്ടാമത്തെ പ്രകാരം നമ്മളിതിന് ഉദാഹരണം ആവൂല. കാരണം നമ്മളെ ബഹ്സ് ഏതാ, നമ്മൾ ഏത് മക്കാമിലുള്ളത്? ഇൽത്തിഖാഉ സാക്കിനയിൽ നിന്ന് തഖല്ലുസ് ആകുന്ന അടുത്തുള്ള ചർച്ചയിലാണ് ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ വജഹ് പ്രകാരേ നമ്മുടെ മിസാലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വഴിയിൽ പോണം. മനസ്സിലായല്ലോ? അതാണ് വഖഖ്തിയാരിൽ ഫത്ഹി ഫി അലിഫ് ലാം മീം അല്ലാഹു വഖദ് മറ. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം മുമ്പ് 560, 561 ഈ വിഷയം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലായല്ലോ? വഹുവ മദ്ഹബു സീബവൈഹി വൽ മസ്മൂഉ മിൻ കലാമിഹിം നുഖറ. ഇതാണ് സീബ ഇമാമിന്റെ മദ്ഹബ്. ഏത്? അലിഫ് ലാം മീം അല്ലാഹു എന്ന് ഫത്ത് എടുത്ത് വായിക്കണം. അവിടെ കസർ, അതാണ് മുഖ്താറായ മദ്ഹബ്, അതാണല്ലോ. അവിടെ ഫത്ത് എടുത്ത് വായിക്കണം, അവിടെ കസറല്ല എന്നതാണ് മുഖ്താറായ മദ്ഹബ്. അതാണ് അറബികളുടെ കലാമിൽ നിന്ന് മസ്മൂ ആയതും. എന്നാൽ ഇനി പറയാ എന്തുകൊണ്ടാണ് ഇഖ്തിയാറുൽ ഫത്ഹ് എന്ന് പറഞ്ഞത്? ഇവിടെ ഫത്ഹ് മുഖ്താർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മർജൂഹായ നിലക്ക് കസറും പറ്റുന്നല്ലേ? അതിന്റെ ന്യായം പറയാം. അതാ പറയുന്നത് വഇന്നമാ ഖാല കഖ്തിയാരിൽ ഫത്ഹി. എന്തേ കഖ്തിയാരിൽ ഫത്ഹി എന്ന് പറഞ്ഞത്? ലിഅന്നൽ അഖ്ഫശ യുജീസുൽ കസ്റ അലാ ഖിയാസ് ഇൽതിഖാഇ സാക്കിനൈനി. നമ്മുടെ ഇൽതിഖാഉ സാക്കിനൈനിയുടെ ഖിയാസ് പ്രകാരം
കസർ ഇമാം അഖ്ഫശ് തങ്ങൾ ജായിസാക്കുന്നു. മനസ്സിലായല്ലോ? എന്നാൽ ഇതാണ് റാജിഹ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു വിഷയം, ഇഖ്തിയാറുൽ ഫത്ത്. അപ്പൊ ഫത്ത് മുഖ്താർ ആവാനുള്ള കാരണം എന്താ? നമ്മൾ രണ്ട് ഇല്ലത്ത് പറഞ്ഞു. ഇവിടെ ഒരു അസലില്ലത്തുണ്ട്, എന്ത്? ഇൽത്തിഖാഉ സാക്കിനയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള. ഇവിടെ ഒരു ചെറിയൊരു വിഷയം. ഇനി അടുത്തൊരു സ്ഥലമുണ്ട്, വക്ക ജവാസിൽ ലമ്മി. അവിടെ ഇഖ്തിയാറല്ല, ലമ്മ് ജായിസ് ആവാണ്. എന്നാ പറയാ കസറും ജായിസാണ്, ഒന്നിന് മറ്റൊന്നിനേക്കാൾ മുൻതൂക്കല്ല. ലമ്മും പറ്റും കസറും പറ്റും എന്നതാണ്. അവിടെ ലമ്മിനൊരു വജ്ഹ് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? കസർ ഇൽത്തിഖാഉ സാക്കിനൈന്. പക്ഷെ അവിടെ എന്തുകൊണ്ട് മുഖ്താർ ആവുന്നില്ല? അവിടെ ഒരു വജ്ഹ് ഉണ്ടല്ലോ ലമ്മിന്, എന്നിട്ട് അവിടെ മുഖ്താർ ആകണില്ല. ഇവിടെ ഒരു വജ്ഹ് ഉണ്ട്, കസർ ഇൽത്തിഖാഉ സാക്കിനൈന് പ്രകാരം തന്നെ. പക്ഷെ ഇവിടെ ഫത്തഹിനൊരു വജ്ഹ്, പക്ഷെ ഇവിടെ അത് ഇഖ്തിയാറായി. മനസ്സിലായില്ല? അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ എന്താണ് വ്യത്യാസം? രണ്ടാൾക്കും ഓരോന്നിനും വജ്ഹ് ഉണ്ട്, ഒരു റാജിഹായിട്ടൊരു വജ്ഹ് ഉണ്ട്. പിന്നെ മാത്രമല്ല, കാരണം ഇഖ്തിയാറുൽ ഫത്തിന് കാരണം പറഞ്ഞത് അഖ്ഫശ് ഇമാം ജായിസാക്കുന്നു എന്നാണ്. അപ്പൊ അതിന്നൊക്കെ മനസ്സിലാവണത് ഇഖ്തിയാറിന്റെ മാനദണ്ഡം ഇവിടെ പണ്ഡിതന്മാർ മറ്റീൻ്റെ ഒപ്പമാണ് തോനെ. അതായത് ഫത്തഹ് പറഞ്ഞവരാണ് ഒരുപാടുള്ളത്, കസർ ആരും അങ്ങനെ പറഞ്ഞത് അത് അഖ്ഫശ് ഇമാം ജായിസാക്കിയതാണ്. അതുകൊണ്ട് അവിടെ ജുംഹൂർ, ഒരു കൂടുതൽ ആളുകൾ പറയുന്നത് ഇഖ്തിയാറുൽ ഫത്തഹ് വേണം എന്നാണ്. അതുകൊണ്ട് അത് മുഖ്താർ. അഖ്ഫശ് ഇമാം കസർ ആണെന്ന് ജായിസാക്കിയിരിക്കണ്, അപ്പൊ അത് മുഖ്താർ അല്ല എന്ന രീതിയിലാണ് ഈ ഇല്ലത്തുനിന്നൊക്കെ ലാഹിറാവണത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ എന്ത് ന്യായം വരണം? കസറിന്റെ ന്യായം വെച്ച് വരണം. അഖ്ഫശ് ഇമാം ജായിസാക്കുക എന്നുള്ളത് എങ്ങനെ കാരണമാവുക? ഇവിടെ മുഖ്താറാവാൻ അഖ്ഫശ് ഇമാം ജായിസാക്കുക എന്നുള്ളത് കാരണമാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഇൽത്തിഖാഉ സാക്കിനൈൻ എന്ന അസിൽ അങ്ങനെയൊക്കെ പറയണം. ഇവിടെ തഖല്ലുസുന്ന അസിൽ അതാണല്ലോ എന്ന് അങ്ങനെ കാരണം പറയണം. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ലാഹിറാവുന്ന ഒരു കാര്യം, മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ അപ്പുറത്ത് ഇമാം സീബവി അറബികളുടെ കലാമിൽ നിന്നൊക്കെ മസ്മൂ ആയത് അതാണ്. ആ ഒരു നിലക്ക് അത് റാജിഹായി. പിന്നെ അഖ്ഫശ് ഇമാം ജായിസാക്കുന്നു എന്നാ പറഞ്ഞത്. അഖ്ഫശ് ഇമാം, അപ്പൊ അഖ്ഫശ് ഇമാമിന്റെ അടുക്കല് രണ്ടും പറ്റും എന്നാണ്. എന്നാണ് അതിന് ലാഹിറാണത്. അപ്പൊ അഖ്ഫശ് ഇമാം കസറും പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അഭിപ്രായം എന്തേക്കാരം ഇതിനെ അപേക്ഷിച്ച് മർജൂഹൈക്കാരം. അപ്പൊ കസർ പറ്റുക എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിൽ നിന്നൊരു ലാഹിറാവണ ഒരു മസാല. അതാണ് പോട്ടെ. അതാ കസർ എന്നത് അഖ്ഫശ് ഇമാം ജായിസാക്കുന്നു എന്ന് പറഞ്ഞു. വഖദ് ഖറഅ ബിഹി അംറു ബിൻ ഉബൈദിൻ. അംറു ബിൻ ഉബൈദ് എന്നവര് ഇത് ഈ കസർ കൊണ്ടാണ് ഓതിയിട്ടുള്ളത്. ലാകിൻ ലം യഖ്ബൽഹുൽ ഖുറാഉ, ലം യഖ്ബൽഹുൽ ഖുറാഉ, അയിമത്തുൽ ഖിറാഅ അതിനെ സ്വീകരിച്ചില്ല. അവരുടെ ഇടയിൽ അത് മഖ്ബൂലായിട്ടില്ല ആ ഒരു ഖിറാഅത്ത്. മനസ്സിലായല്ലോ? അവിടെ നേരത്തെ ഇബ്നു ജമാ തങ്ങൾ പറയുന്നുണ്ട്, ഇത് അംറു ബിൻ ഉബൈദ് തങ്ങൾ മാത്രമൊന്നുമല്ല ഓതിയിരിക്കുന്നത്, അബൂ ഹയാത്ത് എന്നവര് അതല്ലാത്ത പല ആളുകളും അങ്ങനെ ഓതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? പക്ഷെ ഇത് മഖ്ബൂലല്ല. ഇനി അടുത്തൊരു മസല, അപ്പൊ ഇഖ്തിയാറിൻ്റെത് കഴിഞ്ഞു. ഇനി അടുത്തൊന്ന് ജവാസാണ്. മനസ്സിലായല്ലോ? അഥവാ രണ്ടും പറ്റും, ഒന്നൊന്നിനേക്കാൾ മുൻതൂക്കൊന്നും ഇല്ല. അതാ ഒക്കെ ജവാസിൽ ലമ്മി, ലമ്മ് ജായിസാകും പോലെ ഏത് നേരത്തെ ഇതാ കാന. എപ്പോഴാണ് ലമ്മ് ജായിസാവുക? ഇതാ കാന ബഅദ സാനി മിൻഹുമ. ഈ സാക്കിനൈനിൽ നിന്ന് രണ്ടാമത്തെ അക്ഷരം ഉണ്ടല്ലോ, ഈ രണ്ട് സാക്കിനൈനിലെ രണ്ടാമത്തെ അക്ഷരം അതല്ല സാനി, അതിന് ശേഷമുള്ള ഒന്നാണെങ്കിൽ, അല്ല അതിന് ശേഷം ഉണ്ടെങ്കിൽ ലമ്മത്തുൻ അസ്ലിയത്തുൻ, ഒരു അസ്ലിയത്തായ ലമ്മത്തുണ്ടെങ്കിൽ, ആരിലായതൊന്നല്ല, അസ്ലിലുള്ള ലമ്മത്ത്, നിലവിൽ വേണമെന്നില്ല, അസ്ലിൽ അവിടെ ഒരു ലമ്മത്ത്, അതിന്റെ മഹല്ല് ലമ്മായ മതി. മനസ്സിലായില്ലേ? അപ്പൊ അസ്ലിയായ മാറാത്ത ലമ്മത്താണെങ്കിൽ ഓക്കെ, അത് ശേഷം വരുമ്പോ മനസ്സിലാകും. പിന്നെ എങ്ങനത്തെ ലമ്മത്താണ്? ഫീ കലിമത്തിഹി, ആ രണ്ടാമത്തെ അക്ഷരം ഉണ്ടല്ലോ, രണ്ട് സാക്കിനയിലെ രണ്ടാമത്തെ അക്ഷരം അതിന്റെ കലിമത്തിലുള്ളതുമായ. അപ്പൊ രണ്ട് കൈത ഉള്ളത് എന്താണ്? ഒന്ന് ഈ രണ്ട് സാക്കിനയിലെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ ശേഷം എന്താവണം? നേരെ ശേഷം ഉള്ളത് ശേഷം എന്തുണ്ടായിരിക്കണം? ഒരു അസ്ലിയായ ലമ്മത്ത് ഉണ്ടായിരിക്കണം. നിലവിലെ ലമ്മത്ത് വേണമെന്നില്ല, അവിടെ അസ്ലിയായിട്ട് ലമ്മുണ്ടായിരിക്കണം. എന്റെ അസ്ല് നോക്കുമ്പോ അത് ലമ്മായ മതി, നിലവിൽ ലമ്മല്ലെങ്കിലും. മനസ്സിലായോ? പിന്നെ എന്തു ആവണം? ആ ലമ്മ് ഈ രണ്ടാമത്തെ അക്ഷരത്തിന്റെ കലിമത്തിൽ തന്നെ ആവണം.
ഈ രണ്ടാമത്തെ അക്ഷരം ഏത് കലിമത്തിലാണോ അതിൽ തന്നെ ആയിരിക്കണം ഈ ലമ്മും. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതിന് ഉദാഹരണമാവും നെഹ്വു, ഒരുപാട് ഉദാഹരണം ഉണ്ട്. വഖാലത്തി ഖുറൂജ്, അവിടെ വഖാലത്തി ഖുറൂജ് എന്നുള്ളടത്ത് നോക്കാ നിങ്ങള്, കാലത്ത് ഖുറൂജ് എന്നാണ് അല്ലെ, വസ്ലിൻ ഹംസ ദർജിൽ പോയി. അപ്പൊ കാലത്ത് പിന്നെ ആ ത് ഹ് ഈ രണ്ടക്ഷരം, ആ അതില് രണ്ടാമത്തെ അക്ഷരമായ ഹിന്റെ ശേഷം ആരാ? ലമ്മാണ്. അത് ഖറജ യഖ്റുജ് അസ്ലിയായ ലമ്മാണ്. മനസ്സിലായല്ലോ? മാത്രല്ല ഈ രണ്ടാമത്തെ അക്ഷരം ഉള്ള കലിമത്ത് ഏതാണോ ഉഖ്റുജ് എന്നുള്ളതാണ്, അതിൽ തന്നെ ഉള്ള ലമ്മാണ്, അതിൽ തന്നെ ഉള്ളതാ ലമ്മ്. അങ്ങനെ വരണം എങ്കിൽ വക്കാലത്തി ഖുറുജു എന്നും വക്കാലത്തു ഖുറുജു എന്നും പറയാം. ഖുർആൻ ആയതുകൊണ്ട് ആ റിവായത്ത് പ്രകാരം പറ്റുള്ളെങ്കിലും. മനസ്സിലായോ? ഇന്ന് അടുത്തൊരു ഉദാഹരണം നോക്കി, വക്കാലത്തുഹ്സി, വക്കാലത്തുഹ്സി എന്നതും പോലെയാണ്. അവിടെ ത് അതുപോലെ ഗൈന്, ഇതാണല്ലോ രണ്ട് സാക്കിനേനി. അതിൽ രണ്ടാമത്തെ ഗൈന്, ആ ഗൈനാകുന്ന രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷമുള്ളത് ആരാ? ലമ്മല്ല, കസറാണ് ഇപ്പൊ നിലവില്. എന്നാൽ അസ്ലി പ്രകാരം എന്താ വരിക? ഊസി അസ്ലു ഊസുബി എന്നാണ്. അപ്പൊ അസ്ലിയായിട്ട് ലമ്മത്തുള്ള സ്ഥലമാണത്. അപ്പൊ അതും പറ്റും. അപ്പൊ എന്ത് പറയാ? വഖാലത്തു ഊസി, വഖാലത്തി ഊസി രണ്ടും പറയാം. മനസ്സിലായല്ലോ? ഇനി മത്തിന് തന്നെ ബി ഖിലാഫി ഇനിമ്രുഉൻ, ഇനിമ്രുഉൻ എന്നത് എതിരുകൊണ്ട് അവിടെ നോക്കാണി, അവിടെ നൂന് മീമ്, മീമിന്റെ ശേഷം റായിന് ലമ്മുണ്ട്, പക്ഷെ അസ്ലിയ ലമ്മല്ല, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അസ്ലി എന്നുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു ആരിലായ വസ്തുവിനെ പോലെ മാറി കളിച്ചുന്ന ആര്യലുകളാവുമല്ലോ. അപ്പൊ ഒരു ആരിലിന്റെ ഒരു ഹുക്കുമിലായി അത്. കാരണം എന്താ? ഇമ്രു എന്നുള്ള പദത്തിന് പ്രത്യേകത ഉണ്ടല്ല, ആ റാഇന്റെ ഹർക്കത്ത് ഏതാ വെച്ചാൽ ലമ്മ് എന്ന് പറയാൻ പറ്റൂല. അത് ശേഷമുള്ള ഹംസന്റെ ഹർക്കത്ത് ഏതാണ് അതിനോട് താബിയായിട്ടാണ് റായിന്റെ ഹർക്കത്ത് വരിക. അതായത് ഇമ്രുഉൻ ഹംസക്ക് ലമ്മായതുകൊണ്ട് റായിന് ലമ്മ്. ഇനി ഹംസക്ക് ഫത്താണെങ്കിൽ റായിന് ഫത്താവുക ഇമ്രഅൻ, കസറാണെങ്കിൽ റായിന് കസർ ഇംരിഇൻ. അപ്പൊ ഈ ലമ്മ എന്തല്ല സ്ഥിരത ഉള്ളതല്ല, അതുകൊണ്ട് ആരിലിന്റെ ഹുക്കുമിലാണ്. അതുകൊണ്ട് അസ്ലി എന്നൊന്നും അതിനെ പറ്റി പറയാൻ പറ്റൂല. ഓക്കെ, ആ ഇനി ഇമ്രുഉൻ എന്നതിനെതിരെ കൊണ്ട് പിന്നെ വഖാലത്തിർമു എന്നതിനും എതിരുകൊണ്ട് അവിടെ എന്തുണ്ടായത്? അവിടെ റായിന് ശേഷം മീമിന് ലമ്മാണ്, പക്ഷെ അസ്ലി എന്തല്ല, ഈ ലമ്മ അസ്ലിയല്ല. കാരണം ഇതിന് അസ്ലി എന്താ? റമ ഇർമി, അവിടെ ഇർമിയു എന്നാണ് അസ്ലി വരിക. അപ്പൊ മീമിന് എന്താ വരിക? യഥാർത്ഥത്തിൽ കസറാണ്. അപ്പൊ അസ്ലിയായ ലമ്മല്ലേ ലമ്മ്. ഓക്കെ, അപ്പൊ അവിടെ ഒന്നും എന്ത് പറയാൻ പറ്റൂല, ഇനി ഇനുംറുന്ന കാലത്തുർമു എന്നൊന്നും പറയാൻ പറ്റൂലെന്ന്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇനിൽ ഹുക്മു എന്നതിനും എതിരുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് പ്രശ്നം? ഇനിൽ ഹുക്മു, അവിടെ നൂനും ലാമുമാണ്. ലാമിന്റെ ശേഷം ഹായ് ലമ്മ, ലമ്മ അസലിയ ലമ്മ തന്നെയാണ്. പക്ഷെ എന്താ കുഴപ്പം? അവിടെ ഈ രണ്ടാമത്തെ സാക്കിന് ആരാ? ലാമ്. ലാമുള്ളത് ഇല്ല അലിഫ്ലാമാകുന്ന അതൊരു കലിമത്താണ്. ഹുക്കും എന്നത് വേറെ കലിമത്താണ്. അപ്പോ രണ്ടാമത്തതിന്റെ കലിമത്തിലല്ല ലമ്മുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സാക്കിനാനി ഈ ലമ്മിനെ ലാസിമാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ രണ്ട് സാക്കിനാനി ഈ ലമ്മിനെ ലാസിമാക്കുന്നില്ല. കാരണം ഇവിടെ ഹുക്കും എന്നുള്ള പദം പോയാൽ വേറെ ഏതെങ്കിലും പദം അല്ലിന്റെ ശേഷം വരിക. അല്ലിപ്പോ ഹുക്കുമിന്റെ മാത്രമല്ല കിടക്കുക. അപ്പോ ഈ ലമ്മിനെ ഇത് ലാസിമാക്കുന്നില്ല. അതുകൊണ്ടൊക്കെ ആരിലിന്റെ ഹുക്കുമ കൊണ്ടുപോകണം. മനസ്സിലായല്ലോ? ഇതാണ് മത്തിന്. ഈ ഷർഹ് വായിച്ചു നോക്കുക. വകജവാസിൽ ലമ്മി ഇദാ കാന ബഅദ സാകിനൈനി ലമ്മത്തുൻ അസ്ലിയത്തുൻ, അസ്ലിയായ ലമ്മത്ത് സാകിനൈനിയിലെ സാകിനൈനിക്ക് ശേഷമുണ്ടെങ്കിൽ, അസ്ലിയായ ലമ്മത്തുണ്ടെങ്കിൽ. എങ്ങനത്തെ അസ്ലിയായ ലമ്മത്താണ്? ഫി കലിമത്തി സാകിനി സാനി, രണ്ടാം സാകിനിന്റെ അതേ കലിമത്തിലുള്ളതായ. അബു ഫയജൂസു ഫി ഖാലത്തി ഖുറൂജ്, ഖാലത്തി ഖുറൂജ് എന്നതിൽ ജായിസാകും. അൽ കസ്റു അലൽ അസ്ലി, അസ്ലി പ്രകാരം കസ്ർ ജായിസാകും. വല്ലമ്മു അലൽ ഇത്ബാഇ, ഇത്ബാ പ്രകാരം ലമ്മും ജായിസാകും. അപ്പൊ ലമ്മു കൊടുക്കാനുള്ള വജ്ഹ് എന്താണ്? ഇത്ബാ ആണ്. മനസ്സിലായില്ല? അസ്ലിയായ ലമ്മ പറഞ്ഞല്ലോ, അതിനോട് ഇത്ബാ എന്നാണ്. ഇത്ബാ ആണ് ന്യായം. ഓക്കെ, അതുപോലെ നമുക്ക് ഇപ്രകാരമാണ് ഖാലത്തി ഖുസി, ഖാലത്തി ഖുസി എന്നതും ഇപ്രകാരമാണ്. അവിടെ രണ്ടും മറ്റൊന്ന്. എന്തേ കാരണം? ഇതിൽ അസ്ലു, ഇതിന്റെ അസ്ൽ എന്താണ്? ഖാലത്തി ഖുസി എന്നുള്ളടത്ത് സായിന് നിലവിൽ കസറാണ്. ഇവിടെ കസറാണല്ലോ,
അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇതുപോലെയാണെന്ന് പറഞ്ഞു? ഇത് കാരണം അസ്ലു ഉസുവി, ഉസുവി എന്നാണ് ബിൽ ലമ്മി, ലമ്മ കൊണ്ടായ സ്ഥിതിയിൽ. ഇനി ഇതൊക്കെ ഈ ഹുക്കുമ തന്നെ ബിഖിലാഫി, ഇവകൾ തന്നെ എന്തിനോട് എതിരായ സ്ഥിതിയിൽ? ബിഖിലാഫി ഇനിമ്രുൻ, ഇനിമ്രുൻ എന്നതിനൊക്കെ എതിരായ സ്ഥിതിയിൽ. ഖിലാഫിനോട് എതിരാവലിനോട് മുത്തലബിസായ സ്ഥിതിയിൽ നിന്ന് ഭാഗത്ത് തലബൂസ് ആക്കിയാൽ മതി. എന്തേ കാരണം? കാരണം ഫൈനൽ ലമ്മർ റായി, ഈ റായിന്റെ ലമ്മ ലൈസ ബി അസ്ലിയൻ, അത് അസ്ലിയല്ല. എന്തേ കാരണം? ലിയന്നക തഖൂലു ഹാദാ ഇംറുഉൻ, ഹാദാ കൂട്ടി വെച്ചുമ്പോൾ ഹാദാ ഇംറുഉൻ വറഅയ്തു ഇംറഅൻ വമറർതു ബിംറിഇൻ എന്നാണ് നീ പറയുക. അപ്പൊ ഫഅൈനുഹു, ഇതിന്റെ ഐൻ കലിമത്ത് താബിഉൽ ലാമഹു, താബിഉൽ ലാമിഹി, താബിഉൽ ലാമഹു നോക്കുക, അതിന്റെ ലാമിനോട് താബിയാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്തല്ല, ഒരു അസ്ലിയല്ല. അവിടെ അടിയിൽ എഴുതിയിരിക്കണ് മിസ്ലു ലമ്മത്തുൽ ഇഅറാബിന്ന്, ലമ്മത്തുൽ ഇഅറാബി, ഇഅറാബിന്റെ ലമ്മത്തും ഇങ്ങനെ തന്നെയാണ്. ഫയജിബുൽ കസ്റു ഫീ നഹ്വി ഖൗലിഹി തആല ബിഗുലാമിൻ ഇസ്മുഹു, ഇസ്മു എന്നുള്ള ലമ്മ്, ഇസ്മു ഇഅറാബിന്റെ ലമ്മല്ലേ? അപ്പൊ അതൊക്കെ ഇതേമാതിരിയാണ്, എന്ത് ആരിലാണെന്ന്. അപ്പൊ ബിഗുലാമിൻ ഇസ്മുഹു തന്നെ ഓതണം, ബിഗുലാമുൻ ഇസ്മുഹു നറ്റൂലാന്ന്. സിഖല് എന്നുള്ളതൊന്നും ഞാൻ ആക്കരുതട്ടെ, കാരണം പദങ്ങൾ പലതും വരാലോ. ഇനി എന്താ? വബിഖിലാഫി ഖാലത്തിർമു, ഖാലത്തിർമു എന്നതിനോട് എതിരായ നിലക്കും. എന്തേ കാരണം? ഇതിൽ ലമ്മു ആരിലുൻ, ഇവിടുത്തെ ലമ്മു ആരിലാണ്. വൽ അസ്ലി ഇർമിയു, ഇതിന്റെ അസ്ലി ഇർമിയു എന്നാണ്. വബിഖിലാഫി ഇനിൽ ഹുക്മു, ഇനിൽ ഹുക്മു എന്നതിനേക്കും എതിരുകൊണ്ടായ സ്ഥിതിയിൽ, അല്ല അതിനോട് അതിനോട് എതിരാവലിനോട് ബന്ധപ്പെട്ടതായ സ്ഥിതിയിൽ. എന്തേ കാരണം? കാരണം ഫൈന ലമ്മൽ ഹായി, ഇവിടെ ഹായിന്റെ ലമ്മ് വഇൻ കാന അസ്ലിയൻ, അത് അസ്ലിയാണെങ്കിലും ശരി, ലാക്കിൻ എന്നാലും ലൈസ അതല്ല, ഫി കലിമത്തി സാക്കിനി സാനി, ഈ രണ്ടാമത്തെ സാക്കിനിന്റെ കലിമത്തിലല്ല. കാരണം ഫൈന ലാമത്ത് ആരിഫി കലിമത്തുൻ, നമ്മളിപ്പോ മുല്ലാ ജാമിൽ വായിച്ചല്ലോ, ലാമു താരിഫ് കലിമത്താണ്, അലിഫ്ലാം അതിലുള്ളത് സ്വയം കലിമത്താണ്, ഒരു മാന അതിനിക്കുണ്ട്, അഹദിനെ ഓരോന്നിനെ അറിയിക്കുമല്ലോ. അപ്പൊ അതെന്താണ്? ലാമു താരിഫ് ഒരു കലിമത്താണ്, അപ്പൊ അൽ എന്നുള്ളത് ഒരു കലിമത്താണ്. വഹുക്മു, ഹുക്മു എന്നതാകുന്നു കലിമത്തുൻ ഉഖ്റ, കലിമത്തുൻ ഉഖ്റ മറ്റൊരു കലിമത്താണ്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു ഫഇന്ന ലമ്മത്തായി ലമ്മൽ ഹായി വഇൻ കാന അസ്ലി എന്നില്ലേ, ലാക്കിൻ ലൈസ ഫീ കലിമത്തി സാക്കിനി സാനി, അതിന്റെ ഒരു തർക്കീബ് അവിടെ എന്താണ്? ലമ്മൽ ഹായി എന്നുള്ള ഇന്നന്റെ ഇസ്മാണല്ലോ, ഫഇന്ന ലമ്മൽ ഹായി, അതിന്റെ ഖബർ എവിടെ? ഇതിന് ശേഷം വഇൻ കാന അസ്ലി എന്നാണ്, പിന്നെ ലാക്കിൻ ലൈസ എന്നൊക്കെയാണ്. അതിന്റെ ഖബർ അവിടെ കളയപ്പെട്ടതാണെന്നാണ്. ഈ പക്ഷെ ഇതിന്റെ ഒരു വിശദീകരണം നിങ്ങൾ പോലും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അത് എവിടെ ഉണ്ട്? ഈ മുല്ലാജാമിന്റെ ഹാഷിയ ഇക്കുദുനാമി ഉണ്ടല്ലോ, ഇക്കുദുനാമിയില് ഇവിടെ മുല്ലാജാമിയില് മുമ്പ് കഴിഞ്ഞ ഒരു ചർച്ചയില് ഉളിയാലി മാൻ എന്നുള്ളിടത്ത് ആ വലയിനെ തജ്രീദ് ചെയ്യണ്ടല്ലോ, ആ ചർച്ചയിലൂടെ ഒരു ഇബാറത്തില് ആ വിഷയമുണ്ട്. ഇക്കുദുനാമി നോക്കുക. ഇനി എന്താ ഇതിന്റെ രഹസ്യം? ഇങ്ങനെയാകുമ്പോ ഒരേ കലിമത്തിൽ അല്ലെങ്കിൽ എന്തേ ഇപ്പോ ഇങ്ങനെ നമ്മ പറ്റാതിരുന്നത്, താബിയാക്കാതിരുന്നത്? അതാണ് വസിറുഹു എന്നാണ്. നുസൈൽ അങ്ങനെ ഉണ്ട്, വസിറുഹു. അതിന്റെ രഹസ്യം എന്താ? രഹസ്യമാകുന്ന അന്നഹു, തീർച്ചയായിട്ടും കാര്യം ഇതാ കാന ഫീ കലിമത്തിൻ ഉഖ്റ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെയാക്കാം. ആ ലമ്മ് മറ്റൊരു കലിമത്തിലാകുമ്പോ ലാ യകൂനു ലാസിമൻ ലി സാക്കിനൈനി, അത് സാക്കിനൈനിക്ക് ലാസിമാവൂല. മനസ്സിലായല്ലോ? അതായത് അവിടെ റുക്നുദ്ദീൻ എന്നവരുടെ ഇബാറത്ത് ലം തകുൽ ലാസിമതൻ ബിൻ നിസ്ബതി ലി സാക്കിനൈനി, ഈ സാക്കിനൈനിയുള്ള ചേർത്ത് നോക്കിയിട്ട് അത് എനിക്ക് ലാസിമാവും ഒന്നേനെ, ഈ സാക്കിനൈനിയുള്ള ചേർത്ത് നോക്കിയിട്ട് ലാസിമല്ല, അതുകൊണ്ട് വലാ യുഅ്തദു ബിഹി എന്നാണ്. സാക്കിനൈനിക്ക് ലാസിമല്ല, വലാ യുഅ്തദു ബിഹി, അതിനെ ആ ലമ്മിനെ പരിഗണിക്കപ്പെടുകയുമില്ല. ഫലാന്നിരുന്നു നല്ലത്. അതാ അവിടെ അടിയില് റളി എന്നവരുടെ ഷറയിലുണ്ട് എന്ത്? വൽ മത്ലൂബു മിൻ കൗനിഹ ഫീ കലിമതിഹി, അത് രണ്ടാമത്തിന്റെ കലിമത്തിൽ തന്നെ ആവണം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്നറിയോ? ലക്ഷ്യമാക്കപ്പെടുന്നത് ലുസൂമുഹ ലഹു, അത് തനിക്ക് ലാസിമാകുന്നു എന്നതായിരുന്നു. അതായത് രണ്ടാമത്തിന്റെ കലിമത്തിലാവണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? ഈ സാക്കിനേനെ കൊള്ള ചേർത്ത് നോക്കിയിട്ട് ലമ്മ് ലാസിമായി കിട്ടണം. അപ്പൊ അതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത്, രണ്ടാമത്തിന്റെ കലിമത്തിൽ തന്നെ ആവണം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണ്? ഇത് ലുസൂമായി കിട്ടും എന്നതുകൊണ്ടാണ് ആ ഒരു ഷർത്ത് വെച്ചത്. കാരണം ലുസൂമാകുമ്പോൾ അതിനനുസരിച്ച് തഗയ്യുർ ഇവിടെ നടത്തുള്ളൂ.
അതിന്റെ ഹർക്കത്തിനോട് താബിയായിട്ട് ആ ഹർക്കത്തിനോട് താബിയായിട്ട് ഇതിന് ഹർക്കത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ലുസൂമാകുമ്പോഴേ അതൊക്കെ സ്വീകരിക്കുള്ളൂ. ഓക്കെ, അവിടെ കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.